ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കലിയുഗവരദനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹാശിസുകൾക്കായി ശരണമന്ത്രങ്ങളോടെ മല കയറുന്ന അയ്യപ്പന്മാർ. വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിന്റെയും മണ്ഡലകാലമാണിത്. ഭക്തിയുടെ നിറവിൽ വിവിധ ക്ഷേത്രങ്ങളിൽ അയ്യപ്പൻ വിളക്കും കർപ്പൂരാഴിയും കൊണ്ടാടി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സംസ്ഥാന സ്കൂൾ കായികമേള 3-ാം ദിനത്തിൽ റിലേ മത്സരങ്ങൾ പൂർത്തിയായി. ജില്ലകൾ തമ്മിൽ പോയിന്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നോട്ട് നിരോധനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി അറസ്റ്റ് വരിച്ചു. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ധർണയും പിക്കറ്റിംഗും. വർഗീയമായ സംഭവങ്ങൾ മേൽക്കൈ നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. വർഗീയതയെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾ തയ്യാറാവണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. നോട്ടുകൾ പിൻവലിച്ച നടപടി നിയമപരമായി തെറ്റാണെന്ന് UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് പി. ശങ്കരൻ. കോഴിക്കോട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദായനികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിനെതിരെ കോഴിക്കോട് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് പി. ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. നോട്ടുകൾ പിൻവലിച്ചത് നിയമപരമായി തെറ്റാണെന്നും നോട്ടുകൾ ലീഗൽ ടെൻഡർ ആയിരിക്കുന്ന കാലത്ത് പിൻവലിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണക്കാരെ പൂട്ടാനാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും കള്ളപ്പണക്കാരെ പിടികൂടുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അല്ലെങ്കിൽ amount of ₹500 എന്ന് RBI ഗവർണർ ഒപ്പിട്ട നോട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നോട്ടുകൾ ലീഗൽ ടെൻഡർ ആയിരിക്കുന്ന കാലത്തോളം അത് പിൻവലിക്കാൻ പാടില്ല. പരിപാടിയിൽ കണ്ടിയിൽ ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് KC അബു, നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CP സലീം, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ PK മാമുക്കോയ, KP ബാബു, ഷമീർ ബാബു, KV സുബ്രഹ്മണ്യൻ, AE മാത്യു എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ജില്ലാ നേതാക്കളും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും നിരവധി പ്രവർത്തകരും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. നോട്ടുകൾ നിരോധിച്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റി അരക്കിണർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NGO അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. രൂപ നോട്ടുകൾ പിൻവലിച്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരക്കിണർ പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാത്തോട്ടത്തിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ അരക്കിണർ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന ധർണ NGO അസോസിയേഷൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V. അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AM അനിൽകുമാർ, TK അബ്ദുൾ ഗഫൂർ, AV ഗിരീഷ്, A. കാർത്തികേയൻ, ഷർഹാദ്, മലയിൽ ഗീത, സന്തോഷ് മുതുവന തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. മുജാഹിദ് ഐക്യം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുജാഹിദ് സംഘടനകൾ ഒന്നായി. 2002 ആഗസ്റ്റിൽ പിളർന്ന കേരള നദ്വത്തുൽ മുജാഹിദീനും പോഷക സംഘടനകളുമാണ് 14 വർഷത്തിനു ശേഷം യോജിച്ചത്. ഐക്യം സംബന്ധിച്ച പൊതുപ്രഖ്യാപനം ഡിസംബർ 20 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്തെ ബഹുജന സമ്മേളനത്തിൽ നടക്കും.
കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇരുവിഭാഗങ്ങളും ഐക്യപ്പെട്ട് ഒന്നിച്ചു പ്രവർത്തിക്കാൻ ധാരണയായി. 2002 ഓഗസ്റ്റിൽ പിളർന്ന കേരള നദ്വത്തുൽ മുജാഹിദീനും പോഷക സംഘടനകളും 14 വർഷത്തിനുശേഷം ഐക്യപ്പെട്ടു. കോഴിക്കോട് അരയെടുത്തുപാലത്തുള്ള മുജാഹിദ് സെന്ററിൽ കേരള നദ്വത്തുൽ മുജാഹിദിന്റെയും മർക്കസുധ ആസ്ഥാനമായിട്ടുള്ള KNMന്റെയും സംയുക്ത ഭരണസമിതികളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും ISM, MSM, MGM എന്നീ പോഷക ഘടകങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരും ഒത്തുചേർന്ന വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. KNM ജനറൽ സെക്രട്ടറി PV ഉണ്ണീൻകുട്ടി മൌലവി ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ഐക്യശ്രമത്തിന് നേതൃത്വം നൽകിയ M അബ്ദുറഹ്മാൻ സലഫിയും A അസ്ഗർ അലിയും ആദർശ പ്രശ്നങ്ങളിലും സംഘടനാ പ്രശ്നങ്ങളിലുമുണ്ടായ തീരുമാനങ്ങൾ വിശദീകരിച്ചു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി ഐക്യപ്രമേയം അവതരിപ്പിക്കുകയും CP ഉമർ സുല്ലമി പിന്താങ്ങുകയും ചെയ്തു. ആദർശപരമായി യോജിപ്പിൽ എത്തിച്ചേർന്നതിനാലാണ് സംഘടനകൾ യോജിക്കുന്നതെന്ന് KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി പറഞ്ഞു. വ്യക്തമായ ആദർശങ്ങൾ ഉള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം സംഘടനകൾ ഒരുമിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡോക്ടർ ഹുസൈൻ മടവൂർ, M മുഹമ്മദ് മദനി, M സൊലാഹുദ്ദീൻ മദനി, A അബ്ദുൽ ഹമീദ് മദീനി, നൂർ മുഹമ്മദ് നൂർഷാ എന്നിവർ ആശംസകൾ നേർന്നു. മുജാഹിദ് ഐക്യത്തിന്റെ പൊതുപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഡിസംബർ 20 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ബഹുജന സമ്മേളനം നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് പ്രവർത്തകർ സംബന്ധിക്കും. 20 കാലത്ത് KNM സമ്പൂർണ്ണ കൌൺസിൽ നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ സമ്പദ്ഘടനയിലെ എല്ലാ വിഷമതകളെയും അതിജീവിച്ചവരാണ് പ്രവാസികളെന്നും ഇപ്പോൾ മോദി സർക്കാർ ഉണ്ടാക്കിയ പ്രതിസന്ധിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനത്തിൽ പ്രതിഷേധിച്ച് പ്രവാസി ലീഗ് സംഘടിപ്പിച്ച ധർണ ആദായനികുതി ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടും നാട്ടാരും നട്ടം തിരിയുന്ന നോട്ട് നയം തിരുത്തുക, ഗ്രാമീണർക്ക് അനുഗ്രഹമായ സഹകരണ മേഖലയെ തകർക്കാതിരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദായനികുതി ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ വിഷമതകളെ എല്ലാം അതിജീവിച്ചവരാണ് പ്രവാസികളെന്നും ഈ നോട്ട് നിരോധനത്തിനെതിരെയും ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മോദി പാഠം പഠിക്കുമെന്നും ലോകരാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികളായ ഹിറ്റ്ലറെ പോലുള്ളവർക്കുണ്ടായ അനുഭവം മോദിക്കും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രത്തിലെ ധിക്കാരികളായ ഭരണാധികാരികൾക്ക്, ഏകാധിപതികളായ ഭരണാധികാരികൾക്ക്, ഹിറ്റ്ലറെ പോലുള്ള സ്വേച്ഛാധിപതികൾക്ക് വന്നിട്ടുള്ള ഗതി പ്രധാനമന്ത്രി മോദിക്കും വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജില്ലാ പ്രസിഡന്റ് KP ഇമ്പിച്ച മുഹാജി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് SV അബ്ദുള്ള, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹനീഫ മുന്നിയൂർ, ജില്ലാ ഭാരവാഹികളായ EA റഹ്മാൻ, അഹമ്മദ് കുറ്റിക്കാട്ടൂർ, ഹുസൈൻ കമ്മന, KMCC കേന്ദ്ര കമ്മിറ്റി അംഗം KP മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു. വർഗീയമായ സംഭവങ്ങൾക്ക് മേൽക്കൈ നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി TP രാമകൃഷ്ണൻ. വർഗീയതയെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും തൊഴിലാളികൾക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് വജ്ര ജൂബിലി ആഘോഷവും പഠന ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തെറ്റായ കേന്ദ്ര നയങ്ങൾ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് വജ്ര ജൂബിലി ആഘോഷം കോഴിക്കോട് നടക്കുന്നത്. തൊഴിലാളികളുടെ പൊതുബോധത്തെ വർഗപരമായി വളർത്തിയെടുക്കാൻ കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയർന്നുവന്നു. SK ഹാളിൽ നടന്ന വജ്ര ജൂബിലി ആഘോഷം മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വർഗീയമായ സംഭവങ്ങൾ മേൽക്കൈ നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സ്വകാര്യവൽക്കരണ നടപടികൾക്കെതിരായ സമീപനം, എല്ലാ വിഭാഗം ആളുകൾക്കും പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഇങ്ങനെ നാനാതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചു. 2004 മുതൽ ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കി വരികയാണ്. 2004 ജോലിയിൽ പ്രവേശിക്കുന്നവർ, അവർക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ് ബാധകം. വർഗീയത തൊഴിലാളികളുടെ ഏകീകരണത്തെ കാര്യമായ രീതിയിൽ ബാധിക്കും. വർഗീയതയെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും തൊഴിലാളികൾക്ക് സാധിക്കണം. തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിതാധികാര നടപടികളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് V ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി, C ശിവദാസൻ, M കൃഷ്ണൻ, PV രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പഠന ക്ലാസുകൾ അരങ്ങേറി. പിന്നിട്ട പോരാട്ടപാതകൾ, തൊഴിലിടങ്ങളിലെ സ്ത്രീ തുടങ്ങിയ വിഷയങ്ങളാണ് പഠന ക്യാമ്പിൽ ചർച്ചാ വിഷയമായത്. തുടർന്ന് മുൻകാല നേതാക്കളെ ആദരിക്കൽ ചടങ്ങും ദി റോപ്പ് നാടകവും ഗസൽ സന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സർക്കസ് അത്ഭുതങ്ങളുടെ മാത്രം കലയാണ്. നമുക്ക് അപ്രായോഗികമായതെല്ലാം സർക്കസ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രായോഗികമാണ്. ഗ്രാൻഡ് സർക്കസ് ഉന്നതമായ പ്രയോഗപാഠവുമുള്ള ഒരു കൂട്ടം കലാകാരന്മാരുടെ സംഘമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും ഈ സംഘത്തിലുണ്ട്. സ്വപ്നങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന ഗ്രാൻഡ് സർക്കസ് നമ്മുടെ തൊട്ടടുത്തു തന്നെയുണ്ട്. അതിശയങ്ങളുടെ അറബിക്കഥകളിലേക്ക് നയിക്കാൻ ഗ്രാൻഡ് സർക്കസിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് തൊട്ടടുത്തുണ്ട്. ഗ്രാൻഡ് സർക്കസ്. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കായിക മാമാങ്കത്തിന്റെ 3ാം ദിനം ജില്ലകൾ തമ്മിൽ ആവേശ പോരാട്ടം. മെഡൽ വേട്ടയിൽ പാലക്കാട് ജില്ല മുന്നേറ്റം തുടരുകയാണ്. 73 ഇനങ്ങൾ പൂർത്തിയാകുമ്പോൾ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടുമെന്നത് പ്രവചനാതീതമാണ്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ 3ാം ദിനത്തിൽ 73 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സീനിയർ ബോയ്സിന്റെ 5000 മീറ്റർ നടത്തത്തിൽ പാലക്കാട് പാർലി സ്കൂളിലെ അനീഷ് എ സ്വർണം നേടി. പാലക്കാട് പാർലിയിലെ തന്നെ നിതീഷ് വെള്ളിയും സായി തിരുവനന്തപുരത്തെ പ്രകാശ് കെ പി വെങ്കലവും നേടി. സീനിയർ ഗേൾസിന്റെ 5000 മീറ്റർ നടത്തത്തിൽ പാലക്കാട് മുണ്ടൂരിലെ ശ്രീജ സി കെ സ്വർണവും പാലക്കാട് മുണ്ടൂരിലെ തന്നെ വൈദേഹി വെള്ളിയും നേടി. കോഴിക്കോട് പുല്ലൂരാമ്പാറയിലെ സുജിത കെ ആർ വെങ്കലവും നേടി. ജൂനിയർ ഗേൾസിന്റെ 3 കിലോമീറ്റർ നടത്തത്തിൽ പാലക്കാട്ടെ സാന്ദ്ര സുരേന്ദ്രൻ സ്വർണം നേടി. പാലക്കാട്ട് തന്നെ അക്ഷയ വി കെ വെള്ളിയും നേടി. ആർത്തി ആർ വെങ്കലവും. ജൂനിയർ ഗേൾസിന്റെ 1500 മീറ്ററിൽ ചാന്ദിനി സി സ്വർണം നേടി. മിനു പി റോയ് വെള്ളിയും ഷാലു വെങ്കലവും നേടി. ജൂനിയർ ബോയ്സിന്റെ 1500 മീറ്ററിൽ അഭിഷേക് മാത്യു സ്വർണം നേടി. സീനിയർ ഗേൾസിന്റെ 1500 മീറ്ററിൽ ബബിത സി സ്വർണം നേടി. സീനിയർ ബോയ്സിന്റെ 1500 മീറ്ററിൽ ബിബിൻ ജോർജ് സ്വർണം നേടി. സബ് ജൂനിയർ ഗേൾസിന്റെ ലോങ് ജമ്പിൽ വർഷ മുരളീധരൻ സ്വർണവും അക്ഷയ എം വെള്ളിയും മഹിമ നായർ വെങ്കലവും നേടി. ജൂനിയർ ഗേൾസിന്റെ ഹാമർ ത്രോയിൽ അതുല്യ പി എ സ്വർണം നേടി. ജൂനിയർ ബോയ്സിന്റെ ഷോട്ട്പുട്ടിൽ അൻഫാസ് സ്വർണം നേടി. സീനിയർ ബോയ്സിന്റെ ഹൈജമ്പിൽ ആരോമൽ ടി സ്വർണം നേടി. ജൂനിയർ ബോയ്സിന്റെ പോൾവാട്ടിൽ അനീഷ് മധു സ്വർണം നേടി. സീനിയർ ബോയ്സിന്റെ ഹാമർ ത്രോയിൽ സുധീഷ് വി എസ് സ്വർണം നേടി. ആദ്യ പകുതിയിൽ മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 3 ഇനങ്ങളിലാണ് മീറ്റർ റെക്കോർഡുകൾ പിറന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള 4x100 മീറ്റർ റിലേയിൽ സീനിയർ വിഭാഗം പെൺകുട്ടികളുടെ റിലേയിൽ പാലക്കാട് സ്വർണം നേടി. ജൂനിയർ ഗേൾസിന്റെ റിലേയിൽ എറണാകുളം ജില്ല സ്വർണം നേടി. ജൂനിയർ ഗേൾസിന്റെ റിലേയിൽ മീറ്റർ റെക്കോർഡുകൂടി കോഴിക്കോട് സ്വർണം നേടി. ജൂനിയർ ബോയ്സിന്റെ റിലേയിൽ പാലക്കാടും സ്വർണം നേടി. പാലക്കാടും എറണാകുളവും തമ്മിൽ മീറ്റിന്റെ 3ാം ദിനം ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുവരുന്നത്. 60ാമത് കായികോത്സവ വേദിയുടെ ട്രാക്കിൽ സ്റ്റാർട്ടിംഗ് ഗണ്ണുമായി 9 അംഗ സംഘം. കഴിഞ്ഞ 36 വർഷങ്ങളോളമായി ഇന്ത്യയിലെ കായികവേദികളിൽ ഇവർ സ്ഥിര സാന്നിധ്യമാണ്. 60ാമത് കായികോത്സവം 4ാം ദിനം പിന്നിടുമ്പോൾ കയ്യിൽ തോക്കുകളുമായി ഇവർ ട്രാക്കിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറാണ്. ഓരോ മത്സരം ആരംഭിക്കുമ്പോഴും എല്ലാവരും കേൾക്കാൻ കാതോർക്കുന്ന വെടിയച്ച ശബ്ദത്തിനു പിന്നിൽ ഇവരുടെ കൈകളാണ്. കാറ്റൂസ് നിറച്ച സ്റ്റാർട്ടിംഗ് ഗണ്ണുമായി ഈ 9 അംഗ സംഘം കായികവേദികളിലെ സ്ഥിര സാന്നിധ്യമാവുന്നു. മത്സരം തുടങ്ങാറാവുമ്പോൾ കാറ്റൂസ് നിറച്ച ഇവരുടെ തോക്കിന്റെ ശബ്ദം മത്സരാർത്ഥികളുടെ ആദ്യ ഊർജമാണ്. കഴിഞ്ഞ 36 വർഷക്കാലമായി ഈ തോക്കുകളുമായി ഇവർ കായികവേദികളിലെത്തുന്നത്. പൊട്ടാഷ്, വെടിമരുന്ന്, തീപ്പെട്ടിയിൽ ഉപയോഗിക്കുന്ന മരുന്ന്, പാറപ്പൊടി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന കാട്രിഡ്ജ് ഇവർ ഓരോരുത്തരും സ്വയം നിർമ്മിച്ചെടുക്കുന്നതാണ്. തേക്ക് കൊണ്ടുണ്ടാക്കിയ തോക്കിൽ ഒരു കാട്രിഡ്ജ് മാത്രമേ ഓരോ സമയവും നിറയ്ക്കാൻ കഴിയൂ. 9 പേരുടെ കയ്യിലും ഓരോ തോക്കു വീതം ഒരുക്കി ഇവർ എപ്പോഴും സ്റ്റാർട്ടിംഗ് പോയിന്റിലുണ്ടാവും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കായികവേദികളിലും ഇവർ തന്നെയാണ് വെടിശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇത്തവണ ജോൺ ജെ ക്രിസ്റ്റിയാണ് ഇവരുടെ കോർഡിനേറ്റർ ചീഫ്. അലക്സാണ്ടർ ആണ് ഇവരുടെ റഫറി. 1976 മുതലാണ് ഞങ്ങൾ ഈ സ്റ്റാർട്ടിംഗ് ഗണ്ണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് സ്കൂൾസ് മീറ്റിലൊക്കെ.
ഇപ്പോൾ ഗണ്ണ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഗണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. എന്നിട്ട് നോക്കുമ്പോൾ ഒരു തോക്ക്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിങ്ങനെയുള്ളതാണ്, സ്പോർട്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലാതെ ഇത് ഒരു മനുഷ്യനെ കൊല്ലാനോ അല്ലെങ്കിൽ വേറെ ഒന്നും ഹാംഫുൾ അല്ല. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരിക്കൊപ്പം അരുണിമ, കോഴിക്കോട്. റൈസിംഗ് കേരള 2016 ഭാഗമായി ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 10 റൈസിംഗ് കേരള എക്സിബിഷൻ ഗ്രൗണ്ടിലാണ് മേള നടക്കുക. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. റൈസിംഗ് കേരള 2016 ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ മെഷീനറി മെറ്റീരിയൽ എക്സിബിഷന്റെ ഭാഗമായി ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സുമായും ചേർന്നുകൊണ്ട് ഡിസംബർ 10 ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്ത സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് എന്ന് സാരഥികൾ പറഞ്ഞു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലെ 5000-ഓളം ഉദ്യോഗാർത്ഥികളെയാണ് ജോബ് ഫെസ്റ്റിലേക്ക് പ്രതീക്ഷിക്കുന്നത്. 40-ലധികം പ്രമുഖ കമ്പനികൾ മേളയിൽ പങ്കെടുക്കും. ഒരാൾക്ക് 4 ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ 4 കോപ്പി ബയോഡാറ്റ, ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 എണ്ണം എന്നിവ കൊണ്ടുവരണം. 0495230744 എന്ന നമ്പറിലോ jobsbank@gtecheducation.com, info@risingkerala.com എന്നീ ഐഡികളിലും രജിസ്ട്രേഷൻ നടത്താം. ജോബ് ഫെസ്റ്റിന് മുന്നോടിയായി ഉദ്യോഗാർത്ഥികൾക്കായി ട്രെയിനിംഗ് ഡിസംബർ 9 നടത്തുമെന്നും സാരഥികളായ മഹറൂഫ് മണലോടി, PV നിതീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു. ചെറുകിട ക്വാറികൾ സംരക്ഷിക്കാൻ നിയമം വേണമെന്ന് ചെറുകിട കരിങ്കൽ ക്വാറി അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. VKC മുഹമ്മദ് കോയ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പെർമിറ്റുള്ള ചെറുകിട ക്വാറികൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ചെറുകിട കരിങ്കൽ ക്വാറി അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് 7-ന് മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകാനും കൺവെൻഷൻ തീരുമാനിച്ചു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ 12, 13, 14 തീയതികളിൽ സംസ്ഥാനത്തെ മൈനിംഗ് ആൻഡ് ജിയോളജി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. 20 മുതൽ തിരുവനന്തപുരത്തെ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറേറ്റ് അനിശ്ചിതകാലത്തേക്ക് ഉപരോധിക്കുവാനും തുടർന്ന് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NK അബ്ദുൽ മജീദ് അധ്യക്ഷനായിരുന്നു. മുഹമ്മദ് നിയാസ്, MK രമേശ്, K സേതുമാധവൻ, ബഷീർ കുണ്ടായത്തോട്, ബാവ താമരശ്ശേരി, ഷെരീഫ് പുത്തരിക്കൽ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ബാബു, ട്രഷറർ K ഡേവിസൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലക്ഷ്യം സാമ്പത്തിക നേട്ടം മാത്രമായി മാറുകയാണെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി മുൻ കോച്ച് KK ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി മുൻ ഫുട്ബോൾ കോച്ച് KK ബാലകൃഷ്ണന്റെ ചരമവാർഷികാചരണം നടുവട്ടം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ നടന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ആ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണെങ്കിലും ആ ഫുട്ബോൾ മികവ് എന്ന് പറയുന്നത് കുറവാണ്. ISL നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ISL ആരെല്ലാമാണ് കളിക്കുന്നത്? എന്താണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നല്ല ഫുട്ബോൾ മനസ്സല്ല അതിന്റെ ലക്ഷ്യം. നല്ല സാമ്പത്തിക ലാഭം എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ആ ഗെയിം പോകുന്നത്. അവിടെയാണ് നമ്മൾ ഈ മനസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് സാദിഖ് PK അധ്യക്ഷനായിരുന്നു. BFA പാട്രൺ എടത്തൊടി രാധാകൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. സ്പോർട്സ് ലേഖകൻ ബാസി മലാപ്പറമ്പ്, കൌൺസിലർമാരായ PP ബീരാൻകോയ, പേരോത്ത് പ്രകാശൻ, ഫുട്ബോൾ പ്ലേയേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അഹമ്മദ് കോയ, ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു. BFA സെക്രട്ടറി K ശശിധരൻ, ട്രഷറർ റഫീഖ് എന്നിവർ അനുസ്മരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. MS ബാലകൃഷ്ണൻ എഴുതിയ ഇതിഹാസമിഴഞ്ഞ വഴികൾ, ബന്ധനത്തിന്റെ നോവുകൾ എന്ന കവിതാ CD-കളുടെ പ്രകാശനം SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. കേസരി വാരിക പത്രാധിപർ NR മധു പ്രകാശന കർമ്മം നിർവഹിച്ചു.
കവിതയുടെ വഴിയിൽ തന്റേതായ ഒരു ശൈലി സ്വീകരിച്ച് ഗ്രന്ഥരചന നടത്തുന്ന MS ബാലകൃഷ്ണന്റെ 2 സീഡികളുടെ പ്രകാശനം കോഴിക്കോട് SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. ഇതിഹാസം ഇഴഞ്ഞ വഴികൾ, ബന്ധനത്തിന്റെ നോവുകൾ എന്നീ കവിതകളുടെ പ്രകാശനമാണ് നടന്നത്. കേസരി വാരിക പത്രാധിപർ ഡോക്ടർ NR മധു പ്രകാശന കർമ്മം നിർവഹിച്ചു. സാഹിത്യ നിരൂപകൻ മലയത്തപ്പുണ്ണി CD സ്വീകരിച്ചു. സംഗീത സംവിധായകൻ NP പ്രഭാകരൻ, പത്രപ്രവർത്തകൻ സുനിൽ മടപ്പള്ളി, ഭാരതീയ വിചാര കേന്ദ്രം സെക്രട്ടറി രാമചന്ദ്രൻ പാണ്ടിക്കാട്, സാവിത്രി സാബു മെമ്മോറിയൽ വിമൻസ് കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജയശ്രീ MK, MS ബാലകൃഷ്ണൻ, PC ചാത്തുക്കുട്ടി, മേഘ മണികണ്ഠൻ, PL ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. SK സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി PMB പണിക്കർ അധ്യക്ഷം വഹിച്ചു. പഴയകാല ഹിന്ദി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് കാലിക്കറ്റ് മ്യൂസിക് ക്ലബ്ബ് സംഗീത സായാഹ്നമൊരുക്കി. പുരാനി ഗീത് എന്ന സംഗീത പരിപാടി ആസ്വാദകർക്ക് പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി. പഴയകാല ഹിന്ദി ഗാനങ്ങൾ ഒരിക്കൽ കൂടി ആലപിച്ച് കാലിക്കറ്റ് മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നമൊരുക്കി. ലതാ മങ്കേഷ്കറുടെ ജിയാലെ ഗയോജി മോര സാവരിയ എന്ന ഗാനത്തോടെയാണ് പുരാനി ഗീത് എന്ന പരിപാടി തുടങ്ങിയത്. തുടർന്ന് മുഹമ്മദ് റഫി, ഹേമന്ത് കുമാർ, തലത് മെഹ്മൂദ്, ആശാ ഭോസ്ലെ തുടങ്ങിയവരുടെ 22 പ്രശസ്ത ഗാനങ്ങൾ ടൗൺഹാളിൽ നിറഞ്ഞ സംഗീത ആസ്വാദകർക്ക് മുൻപിൽ ആലപിച്ചു. 23 പേരാണ് ഗാനങ്ങൾ ആലപിച്ചത്. M ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് പശ്ചാത്തല സംഗീതമൊരുക്കിയത്. VS രമ്യ, A കാർവർണൻ, പ്രണവ് സുധീഷ്, മേഘ്ന ദിനേശ്, സാവിത് റോ, K വേണുഗോപാൽ, ഡോക്ടർ രജീന്ദ്രനാഥ്, രശ്മി സുധീഷ്, ബിയ ജയൻ, V അബൂബക്കർ, ഹെൽന അജിത്, അഷ്റഫ് KP, DRS അനു ദേവാനന്ദ്, മീര PI, ഡോക്ടർ ഹാരിഷ് കുമാർ, രേഖ R നായർ, അബ്ദുറഹ്മാൻ MT, വീണ സാബു, ഡോക്ടർ അബീദ് ഹുസൈൻ, ഡോക്ടർ മീര PI, ഡോക്ടർ ശോഭ കുമാർ, രഞ്ജിനി വർമ്മ PR, ഉമ്മർകോയ EV, രാധിക റാവു, റിയാസ്, മോഹൻദാസ് കുമാർ M എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. M ഹരിദാസ്, ഫൈസൽ എന്നിവർ കീബോർഡിലും, P അനിരുദ്ധൻ ലീഡ് ഗിറ്റാറിലും, AK അബൂബക്കർ, MT രമേശ് എന്നിവർ തബലയിലും, KP ഉദയകുമാർ റിതം പാഡിലും, ഭദ്രപ്രിയ ഫ്ലൂട്ടിലും പശ്ചാത്തല സംഗീതമൊരുക്കി. ഉണ്ണികൃഷ്ണൻ പാലക്കൽ, ഡോക്ടർ രജീന്ദ്രനാഥ്, മേലാറ്റൂർ രാജേന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സേവനത്തിന്റെ 11 വർഷം പൂർത്തീകരിച്ച് ഭരത് ലക്ന മഗ്ലി സ്റ്റാർ ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റീജിയണൽ ഓഫീസ് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിൽ സേവനത്തിന്റെ 12ാം പിറന്നാൾ ആഘോഷങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തോടെയായിരുന്നു. ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അരിയടത്തുപാലം CD ടവറിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർക്ക് ജീവിതത്തിന് പ്രയോജനം ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഇതൊരു വലിയൊരു വളക്കൂറുള്ള മണ്ണാണ് കോഴിക്കോട്. അതിന് കസ്റ്റമർ സർവീസ് എത്ര കണ്ട് നിങ്ങൾ കൊടുക്കുന്നു അത്ര കണ്ട് നിങ്ങൾ വളർച്ച 1, 2, 3 ലെവലിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാ വിദ്യാഭ്യാസങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഭാരതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ R പ്രേംകുമാർ വിശദാംശങ്ങൾ നൽകി. 2006 ചെന്നൈയിൽ പ്രവർത്തനം ആരംഭിച്ച BLM ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിരവധി പ്രോജക്ടുകൾ നടത്തിവരുന്നു. കേരളത്തിൽ 2006 തന്നെ കോഴിക്കോട്, മഞ്ചേരി, ചുങ്കത്തറ, സുൽത്താൻ ബത്തേരി, മാഹി എന്നിവിടങ്ങളിലായി ബ്രാഞ്ചുകളുണ്ട്. 8600 മെമ്പർമാരാണ് നിലവിൽ സൊസൈറ്റിയിലുള്ളത്. വീട് ലഭിക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന് പറയുന്നത് 1000 രൂപ നൽകി സൊസൈറ്റിയിൽ മെമ്പറാവുക എന്നതാണ്. എല്ലാവർക്കും വീട് എന്നതാണ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്നും പ്രേംകുമാർ പറയുന്നു. ഇതിൽ വീടുകൾ നമുക്ക് മെമ്പേഴ്സിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി. അവർക്ക് കുറഞ്ഞ പലിശയിൽ ലോണും 60% ലോണ് നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് കൊടുത്ത് വീട്ടിനുള്ളിൽ കയറിയ ശേഷം അവർ മാസം തുക അടച്ചാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനാണ്. പിന്നെ BLMന്റെ ഒരു സ്വപ്നമാണ് 2018 ഒരു 560 വീടുകൾ നമുക്ക് പാവങ്ങൾക്ക് വേണ്ടി വെറുതെ സൊസൈറ്റി ത്രൂ വരുന്ന ലാഭത്തിൽ നിന്ന് ഒരു ഭാഗത്തിൽ അവർക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടി സ്ഥലങ്ങളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു.
ചടങ്ങിൽ കേരള കോർഡിനേറ്റർ സിബി വി.കെ, വിജിലൻസ് ആൻഡ് ക്രൈം സൂപ്രണ്ട് സുനിൽകുമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി.എ. ഹംസ, ഡിസിസി പ്രസിഡന്റ് കെ.സി. അബു, BLM സൊസൈറ്റി പ്രസിഡന്റ് മനോഹർ, വേദവ്യാസൻ, ഫിറോസ്, രാജേഷ് ചുങ്കത്തറ, കവിത അനീഷ്, വേലായുധൻ, ഗുരുവാസുദേവൻ, ജോസഫ്, നിതീഷ്, വിനീത തുടങ്ങിയവർ സംബന്ധിച്ചു. പുണ്യം പെയ്തിറങ്ങുന്ന മണ്ഡലകാലം. കാനനവാസന്റെ അനുഗ്രഹം തേടിയുള്ള യാത്രയിലാണ് അയ്യപ്പ ഭക്തരുടെ മനസ്സും ശരീരവും. വിവിധ ക്ഷേത്രങ്ങളിൽ കർപ്പൂരാഴി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊണ്ടാടിയത്. ബേപ്പൂർ ശ്രീ കരുവങ്കാവ് ക്ഷേത്രത്തിൽ വിവിധ ആഘോഷ പരിപാടികളോടെ മണ്ഡലവിളക്ക് ഉത്സവാഘോഷം നടന്നു. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും അടാട്ടില്ലത്ത് സുരേന്ദ്രൻ മേൽശാന്തിയുടെയും പ്രധാന കാർമ്മികത്വത്തിലായിരുന്നു ആഘോഷങ്ങൾ നടന്നത്. അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന എന്നീ പൂജകൾക്ക് ശേഷം വെള്ളായിക്കോട്ട് ക്ഷേത്രത്തിൽ നിന്നും ശിങ്കാരിമേളത്തോടുകൂടി എഴുന്നള്ളിയ ആഘോഷവരവ് ഭക്തിസാന്ദ്രമായി. നോർത്ത് ബേപ്പൂർ ശിവപുരി റോഡ് ശ്രീ മഹാദേവ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ പള്ളത്തിൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കർപ്പൂരാഴി മഹോത്സവം വിപുലമായി നടന്നു. ദീപാരാധനയോടെ ഉറുമ്പിൻകാവിൽ നിന്നും കർപ്പൂരാഴി എഴുന്നള്ളത്ത് ശ്രീ പള്ളത്തിൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ചെണ്ടമേളവും താലപ്പൊലിയും അയ്യപ്പ ഭക്തരുടെ ശരണം വിളികളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. അയ്യപ്പ ചൈതന്യം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന കർപ്പൂരാഴി മഹോത്സവത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബേപ്പൂർ അയ്യപ്പ സേവാ സമിതി സംഘടിപ്പിച്ച പ്രഥമ കർപ്പൂരാഴി മഹോത്സവം വ്യത്യസ്ത പരിപാടികളോടെ കൊണ്ടാടി. പൊന്നേക്കാട്ട് കുമാരസ്വാമിയും സംഘവും കർപ്പൂരാഴിക്ക് നേതൃത്വം നൽകി. വട്ടക്കിണർ വിഘ്നേശ്വര വാദ്യ സംഘത്തിന്റെ ചെണ്ടമേളവും നടക്കാവ് വിഘ്നേശ്വര കാവടിയാട്ട സംഘത്തിന്റെ കാവടിയാട്ടവും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. കർപ്പൂരാഴിയുടെ ഭാഗമായി ഭജനയും നാടൻ കലാരൂപങ്ങളും അരങ്ങേറി. സന്നിധാനത്തിൽ വല്ലതും ഉരിയാടുവാൻ എന്നെ മക്കട അയ്യപ്പ ഭക്ത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 13ാമത് മക്കട അയ്യപ്പൻ വിളക്ക് മക്കട ശാസ്താ മന്ദിരത്തിന് സമീപം നടന്നു. പൈമ്പ്ര കൃഷ്ണൻ നായരും സംഘവുമാണ് ഇത്തവണത്തെ വിളക്കിന് നേതൃത്വമേകിയത്. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. മക്കട കാരാട്ട് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിൽ സഹസ്ര ദീപ സമർപ്പണം, എള്ളുതിരി സമർപ്പണം എന്നിവയും നടന്നു. മൂട്ടോളി വിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും താലപ്പൊലിയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഭജന, കാവടിയാട്ടം, തായമ്പക, അയ്യപ്പൻപാട്ട്, പൊലിപ്പാട്ട്, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, ആഴിപൂജ, തിരിയൊഴിച്ചിൽ, വെട്ടും തടവും, ഗുരുതി തർപ്പണം തുടങ്ങിയ ചടങ്ങുകളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ഒട്ടേറെ ഭക്തജനങ്ങൾ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കായികമേള 3ാം ദിനത്തിൽ റിലേ മത്സരങ്ങൾ പൂർത്തിയായി. ജില്ലകൾ തമ്മിൽ പോയിന്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നോട്ട് നിരോധനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി അറസ്റ്റ് വരിച്ചു. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ ധർണയും പിക്കറ്റിംഗും. വർഗീയമായ സംഭവങ്ങൾ മേൽക്കൈ നേടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മന്ത്രി ടി.പി. രാമകൃഷ്ണൻ. വർഗീയതയെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾ തയ്യാറാവണമെന്നും മന്ത്രി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.